സെല്ലുകൾ അരമണിക്കൂർ ഇടവിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന ചട്ടം പാലിച്ചില്ല. അരമണിക്കൂറല്ല, അര ദിവസവുമല്ല, അരമാസവുമല്ല, വർഷങ്ങളായി പരിശോധിക്കാറില്ല. കാരണം പരിശോധിക്കാൻ പറ്റില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അത് സഖാക്കളുടെ ജയിലിലാണ്. സഖാക്കളുടെ ജയിലാണ്. സഖാക്കളായ കുറ്റവാളികളാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത്. അവർ പറഞ്ഞത് കേട്ടിട്ട് ജയിലറും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രവർത്തിച്ചു കൊള്ളാം. ഇതാണ് കാലങ്ങളായി. സെൻകുമാർ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞു, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ അത് ഭരിക്കുന്നത് കൊടും കുറ്റവാളികളായ CPM സഖാക്കളാണ്, ഗുണ്ടകളാണ്. അവരുടെ ജയിലാണത്. അവര് തീരുമാനിക്കും ഇന്നെന്താ ഭക്ഷണം വേണ്ടത്, ഇന്ന് ആർക്കൊക്കെ പുറത്തു പോകണം, ആർക്കൊക്കെ വരണം, ആർക്കൊക്കെ സെൽഫോൺ വേണം, ആരെയൊക്കെ വിളിക്കണം, ആരെയൊക്കെ കൊല്ലണം, ആരെയൊക്കെ ചവിട്ടണം, ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അവര് തീരുമാനിക്കും. ഉദ്യോഗസ്ഥന്മാർ അതൊക്കെയാണ് ചെയ്തു കൊടുത്താൽ മതി. അക്കൂട്ടത്തിൽ ഗോവിന്ദചാമിയും ചാടി, അത്രയേ ഉള്ളൂ. സോറി. അങ്ങനെ അടുത്തത്, ഗോവിന്ദചാമിയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് ഇയാളുടെ തുണി കൊണ്ടുള്ള ഭാണ്ഡവും ലഭിച്ചു. ഇതിൽ കമ്പികൾ മുറിക്കാനും മറ്റുമുള്ള ചെറിയ ആയുധങ്ങളുമുണ്ട്. ഇതെല്ലാം ശേഖരിച്ചിരുന്നത് ഉദ്യോഗസ്ഥന്മാർ അറിയില്ല. ഇതിനേക്കാളും വലിയ ആയുധങ്ങൾ നമ്മുടെ സഖാക്കൾ ഗുണ്ടകളുടെ കയ്യിലുണ്ട്. ഗോവിന്ദചാമിയെ മാത്രമായിട്ട് പിടിക്കാൻ പറ്റുമോ? അതാണ് സംഭവം. ജയിൽ ചാടുമ്പോൾ കറുത്ത പാന്റും കറുത്ത കുപ്പായവും വേഷം. ആദ്യം CCTV ദൃശ്യങ്ങളും ഇത് തന്നെ വേഷം. എന്നാൽ 3 മണിക്കൂറിനകം നഗരത്തിലെ CCTV ദൃശ്യങ്ങളിൽ വെള്ളക്കുപ്പായം. ജയിലിലുള്ളയാൾ ഇത്രയും വസ്ത്രങ്ങൾ ശേഖരിച്ചതും അറിഞ്ഞില്ല. അങ്ങനെ ഒന്നും ജയിലധികൃതർ അറിഞ്ഞില്ല. 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വാർത്തയുണ്ട്, 4 ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ. എന്തിന് സസ്പെൻഷൻ? ഇവരൊന്നും സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആരെ കണ്ണൂർ ജയിലിലേക്ക് അയച്ചാലും അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. അപ്പൊ CPM ജയിൽ ഉപദേശക സമിതി കണ്ടല്ലോ, P ജയരാജനാണ് ഉപദേശക സമിതിയുടെ എന്തോ ഒരു കൊണസ്ട്രാൾ. അപ്പോൾ ഇമ്മാതിരി കൊണസ്ട്രാൾമാരും ഇമ്മാതിരി പേട്ടുവാളകളും ഇമ്മാതിരി ഗുണ്ടകളും. പിന്നെ ഗുണ്ടകൾക്ക് ഒരു പ്രയാസവും ഇല്ലല്ലോ. ആഴ്ചയിൽ ഒരിക്കലും മട്ടൺ കറി, ചിക്കൻ കറി 2 ദിവസം, മത്സ്യം, താറാവ് മുട്ട, കോഴിമുട്ട, അങ്ങനെ എല്ലാം തിന്ന് സുഭിക്ഷമായി. കഞ്ചാവെങ്കിൽ കഞ്ചാവ്, MDMA എങ്കിൽ അത്. എന്താണ് കിട്ടേണ്ടത് അതൊക്കെ കിട്ടിയിരുന്നു. പാവം ഗോവിന്ദസ്വാമിക്കും കൂടിയും ആ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ ഇയാൾ ചാടുമായിരുന്നില്ല. ഈ കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു തമാശ ഉണ്ട് കേട്ടോ. കാരണം ഗോവിന്ദസ്വാമി ജയിച്ചാടി പുറത്തു വന്നപ്പോഴാണ് ഇവിടുത്തെ സ്ഥിതിയൊക്കെ മനസ്സിലായത്. വെളിച്ചെണ്ണക്ക് 600 രൂപ, അരിക്ക് 70 രൂപ, ഉള്ളതിനൊക്കെ വില കൂട്ടി, വൈദ്യുതക്കാരൻ കൂട്ടി, മറ്റേ ഭൂനികുതി കൂട്ടി, എല്ലാം കൂട്ടി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പുറത്ത്. അതിനേക്കാൾ സുഖം ജയിലിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ആഴ്ചയിൽ മട്ടൻ കറി കൂട്ടാം, ചിക്കൻ കറി കൂട്ടാം. പുറത്തു വന്നാൽ ഇതൊന്നും സാധ്യതയില്ല. ആകെ കിട്ടാത്തത് ഗോവിന്ദസ്വാമിക്ക് ഇഷ്ടമുള്ള 1-2 സാധനങ്ങൾ.